മത്തിക്ക് കഴിഞ്ഞ മാസം വരെ എന്തായിരുന്നു വില? അതിൻ്റെ ഇരട്ടി വിലയിലേക്ക് വന്നില്ല. ഇപ്പോൾ 280 രൂപയാണ് മത്തിയുടെ വില. കിളിമീൻ്റെ വില എന്താണ്? 450 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ റോക്കറ്റ് മാതിരി കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രിയദർശിനി ബസ് യാത്രയിലൂടെ സേവ് ചെയ്യുന്ന പണമൊന്നും പിങ്ക് ചിട്ടിക്കൊണ്ടിടാൻ വേണ്ടി സാധിക്കത്തില്ല. 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന വലിയ ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ഈ സൗജന്യ യാത്രയുടെ ഒരു ഗുണഭോക്താക്കളാണ്. അവരെ സംബന്ധിച്ചിട്ട് അവർ വേണമെങ്കിൽ ഈ പിങ്ക് ചിട്ടിയിൽ ചേരും. ഓക്കെ, KSFE ഈ ചിട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയോ? പിങ്ക് ചിട്ടിയിൽ നിന്ന് എല്ലാ മാസവും 1000 രൂപ വെച്ച് അടയ്ക്കുന്നു. 50 മാസത്തെ ചിട്ടി 50,000 രൂപ. ഈ 50,000 രൂപ ഇവർ വിളിക്കുകയാണ് കരുതുക. ഇത് വിളിച്ചതിന് ശേഷം KSFE ഈ ചിട്ടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണമെന്നറിയോ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം ഒരു പക്ഷേ ആര് ഗ്യാരണ്ടി നിൽക്കും? ആരെങ്കിലും ഒരാൾക്ക് ഈ സാഹചര്യത്തിൽ ഗ്യാരണ്ടി നിൽക്കുമോ? നമസ്കാരം. പിങ്ക് പോലീസ്, പിങ്ക് ബസ് എന്നീ ആശയങ്ങൾക്കൊക്കെ പിന്നാലെ പുതിയൊരു പിങ്ക് ആശയം കൂടി, പിങ്ക് ചിട്ടി. പ്രിയദർശിനി സൗജന്യ യാത്രയിൽ നിന്ന് കിട്ടുന്ന ലാഭം സ്ത്രീകൾക്ക് ഒരു വരുമാനം പോലെ ഇടാവുന്ന ഒരു ഇത് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ ബുദ്ധിയിൽ ഉദിച്ചൊരു ആശയമാണ്. സംഭവം കൊള്ളാം, കേൾവിയിൽ നല്ലൊരു ആശയമാണ്. സ്ത്രീകൾക്ക് ഒരു വരുമാന സംരംഭം മാർഗമാണെന്ന് കാണുക. പക്ഷെ നിലവിലെ കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥയിൽ ഇതൊക്കെ പ്രാവർത്തികമാവും. ഇപ്പോൾ ഇന്നത്തെ ഇഞ്ചിയുടെ വില എത്രയാണ്? ഇഞ്ചി സാധാരണ ഒരു ഇഞ്ചിയുടെ വില എത്രയാണ്? ഇഞ്ചി ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമല്ല. ഇഞ്ചി KM ഷാജിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇഞ്ചി ചർച്ച ചെയ്തിട്ടുള്ളത്. ഇഞ്ചിയുടെ ഇന്നത്തെ വില എന്ന് പറയുന്നത് 300 രൂപയാണ്. ഒരു മാസം മുമ്പ് ബീഫിന് എന്തായിരുന്നു വില? 500-ന് 350 രൂപയായിരുന്നു. ഇപ്പം 500 ഇപ്പം 500 രൂപയാണ് വില. 480, 500 എന്ന രീതിയിലാണ് ഇപ്പോൾ ബീഫിൻ്റെ വില നിൽക്കുന്നത്. ഇതുപോട്ടെ, മത്തി, സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന മത്തിക്ക് കഴിഞ്ഞ മാസം വരെ എന്തായിരുന്നു വില? അതിൻ്റെ ഇരട്ടി വിലയിലേക്ക് വന്നില്ല. ഇപ്പോൾ 280 രൂപയാണ് മത്തിയുടെ വില. കിളിമീൻ്റെ വില എന്താണ്? 450 രൂപയാണ്. അത് കൂടാതെ തന്നെ പച്ചക്കറിയുടെ വില എടുക്കുക. ഈ വിലയെല്ലാം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബില്ലിൽ ഈ മാസം തുടങ്ങി യൂണിറ്റിന് 2 പൈസ കൂടുമല്ലേ? ഇതൊക്കെ പ്രതിഫലിക്കാൻ വേണ്ടി പോകുമല്ലേ? പെട്രോളിൻ്റെ വില എന്താണ്? ഇപ്പോൾ സ്ത്രീക്ക് മാത്രമല്ലേ സൗജന്യ യാത്രയുള്ളൂ. ഭർത്താക്കന്മാർക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 വീലർ തന്നെ വേണം പോകാനായിട്ട്. 105 രൂപയിൽ കിടന്നിരുന്ന പെട്രോളിന് ഇപ്പോഴത്തെ വില എത്രയാണ്? 113 സംതിങ് റേറ്റ് ആയില്ലേ? അപ്പോൾ ഇതുമായിട്ട് എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഈ പ്രിയദർശിനി ബസ് യാത്രയിലൂടെ സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക? അതൊരു ആശ്വാസമാണ്, ഒരു ചെറിയ ആശ്വാസമാണ്. ആളുകളൊക്കെ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഇഞ്ചി നേരത്തെ 100 ഗ്രാം ഇഞ്ചി മേടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ 50 ഗ്രാം ഇഞ്ചിയിലേക്ക് കുറഞ്ഞു. ഈ ഇഞ്ചി എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രതിരോധശേഷി തരുന്ന ഒരു സാധനം കൂടിയാണ്. അതായത് മഞ്ഞൾ, ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപയോഗം ആളുകൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ വില താങ്ങാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുപോലെ വെളുത്തുള്ളിയുടെ വില എത്രയാണ്? വെളുത്തുള്ളിയുടെ വില ഏകദേശം 300 രൂപയോട് അടുക്കാൻ പോവുകയാണ്. നേരത്തെ വെളുത്തുള്ളിക്ക് എത്രയായിരുന്നു? 100 രൂപയ്ക്ക് 3 കിലോ കിട്ടുമായിരുന്നു. ആ വെളുത്തുള്ളിയാണ് ഇപ്പോൾ 260, 270 എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഇങ്ങനെ റോക്കറ്റ് മാതിരി കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രിയദർശിനി ബസ് യാത്രയിലൂടെ സേവ് ചെയ്യുന്ന പണമൊന്നും പിങ്ക് ചിട്ടിക്കൊണ്ടിടാൻ വേണ്ടി സാധിക്കത്തില്ല. പിന്നെ ഈ പിങ്ക് ചിട്ടിയിൽ കൊണ്ട് പൈസ ഇടുന്ന ആളുകൾ ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. 1 ലക്ഷം രൂപയൊക്കെ ശമ്പളം മേടിക്കുന്ന വലിയ ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ഈ സൗജന്യ യാത്രയുടെ ഒരു ഗുണഭോക്താക്കളാണ്. അവരെ സംബന്ധിച്ചിട്ട് അവർ വേണമെങ്കിൽ ഈ പിങ്ക് ചിട്ടിയിൽ ചേരും. അതിൻ്റെ ഒരു ഗുണം അവർക്ക് മാത്രം കിട്ടും. അതല്ലാണ്ട് അടിത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പ്രിയദർശിനി യാത്രയിലൂടെ ഒരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു സേവിങ്സും. ഒന്ന് ആശുപത്രിയിൽ പോയി നോക്കൂ. ഗവൺമെൻറ് ആശുപത്രിയിലൊക്കെ അവസ്ഥ നമുക്കിപ്പം അറിയാമല്ലോ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വാർത്ത മാത്രമാണിത്. പിങ്ക് ചിട്ടിയുടെ നടത്തിപ്പ് ആര് നടത്തും? KSFE നടത്തുമോ? KSFEനെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. KSFE നടത്തും. ഓക്കെ, KSFE ഈ ചിട്ടി പിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയോ? പിങ്ക് ചിട്ടിയിൽ നിന്ന് എല്ലാ മാസവും 1000 രൂപ വെച്ച് അടയ്ക്കുന്നു. 50 മാസത്തെ ചിട്ടി 50,000 രൂപ. ഈ 50,000 രൂപ ഇവർ വിളിക്കുകയാണ് കരുതുക. ഇത് വിളിച്ചതിന് ശേഷം KSFE ഈ ചിട്ടി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണമെന്നറിയോ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം ഒരു പക്ഷേ ആര് ഗ്യാരണ്ടി നിൽക്കും? ആരെങ്കിലും ഒരാൾക്ക് ഈ സാഹചര്യത്തിൽ ഗ്യാരണ്ടി നിൽക്കുമോ? അതായത് ഇപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അതുകൊണ്ട് തന്നെ ചെറുകിട സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഇവർക്ക് വലിയൊരു നിക്ഷേപം ബാക്കി വയ്ക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് കരുതുന്നത്.
അതല്ല 2000 രൂപ വെച്ചിട്ട് ഒരാൾ ചിട്ടിയിൽ ചേരുന്നു. അത് 50 മാസത്തെ ചിട്ടിയാന്ന് കരുതുക, 1 ലക്ഷം രൂപയുടെ ചിട്ടിയാണ്. ഈ ചിട്ടിക്ക് വീടിൻ്റെ ആധാരം കൊണ്ടേ കൊടുക്കാതെ KSFE ചിട്ടിപ്പണം കൊടുക്കും തോന്നുന്നുണ്ടോ? KSFEയിൽ ചിട്ടിക്ക് കൂടി ചിട്ടി പിടിച്ചിട്ട് ആ ചിട്ടിക്ക് ആവശ്യമായിട്ടുള്ള കൊളാട്രൽ നൽകാൻ സാധിക്കാതെ ഇരിക്കുന്ന എത്രയോ ആളുകൾ കേരളത്തിലുണ്ടെന്നറിയാവോ? അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് പിങ്ക് ചിട്ടികൾ ആരംഭിക്കുന്നത്. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആളുകൾക്കൊരു പെട്ടെന്ന് ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്താണ്, വൗ പിങ്ക് ചിട്ടി, പ്രിയദർശിനിയുടെ ലഭിക്കുന്ന ലാഭം. ഇത് ആളുകളുടെ ദൈനംദിന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ സ്കൂൾ തുറന്നിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന സമയത്ത് എന്താണ്, യൂണിഫോം മേടിക്കണം, ബാഗ് മേടിക്കണം, സ്കൂളിലെ ഫീസ് അടയ്ക്കണം, ഇങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. മറ്റേ +1 പഠിക്കുന്ന ഒരു കുട്ടിയുള്ളതായിരിക്കുക, അവൻ്റെ ഫീസ് അടയ്ക്കണ്ടേ? ഈ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ഡിഗ്രിക്ക് പോകുന്ന സമയത്ത് അവരുടെ ഫീസ് എത്രയാണ് വരുന്നത്? ഇതൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറച്ചു കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ ഒരു നിശ്ചിത വില സ്ഥിരമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന് സാധിക്കണം. ഇത് പെട്രോൾ വിലയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വില? അത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം. കൃഷി വകുപ്പാണല്ലോ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന കൃഷിയിടങ്ങൾ കണ്ടെത്താനും അവിടെ കൃഷി ഇറക്കിക്കാനും, അതായത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിലുള്ള കൃഷികൾ ഇറക്കിക്കണം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്, ഒരു രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്കെടുപ്പ് നടത്തും. ഈ കണക്കെടുപ്പ് നടത്തിയതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അവരുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് അവർ സബ്സിഡിയും കൊടുക്കും. അതേ രീതിയിൽ കേരളത്തിൽ എന്തുകൊണ്ട് ആയിക്കൂടാ? അതുപോലെ തന്നെ കേരളത്തിനും ആയിക്കൂടെ? കൃത്യമായൊരു പഠനം ആവശ്യമാണ്. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുക. പഠനം നടത്തിയതിന് ശേഷം എന്തൊക്കെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നും അതിൻ്റെ ഉപഭോഗം എത്രത്തോളം നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തണമെന്നേ. അതിനുവേണ്ടല്ലേ ഈ കാർഷിക സർവകലാശാലയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കാർഷിക സർവകലാശാലയിലൊക്കെ എന്താണ് നടക്കുന്നത്, എന്ത് ഗവേഷണമാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം. ഒരു വെണ്ടയ്ക്കയുടെ വിത്തെങ്കിലും പുതുതായിട്ട് കണ്ടുപിടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നെല്ലിൻ്റെ ഏതെങ്കിലും ഒരു പുതിയ വിത്ത് കണ്ടുപിടിക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊക്കെ സർക്കാർ ഒന്ന് പരിശോധിക്കുക. ഈ ചെറിയ സ്ഥലങ്ങളിൽ മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യാവുന്ന രീതിയിലുള്ള ഹൈബ്രിഡ് വിത്തുകളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൗണുകളിലൊക്കെ കുറച്ചുകൂടി എളുപ്പം. ഒരുപാട് സ്വകാര്യ വ്യക്തികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതിനൊരു പിന്തുണ നൽകേണ്ടതാരാണ്? സർക്കാരുകളാണ്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് കൃഷി വകുപ്പ്, ആ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഇടപെടലുകൾ നടത്തണം. ഇപ്പം നമ്മുടെ നാടുകളിലെല്ലാം കൃഷി ഓഫീസുണ്ട്. ഈ കൃഷി ഓഫീസ് എന്തിനു വേണ്ടി അവിടെ പ്രവർത്തിക്കുന്നു എന്ന് ആർക്കെങ്കിലും അറിയോ? ഈ കൃഷി ഓഫീസിന് എന്തെങ്കിലും ഒരു സേവനം അവിടുത്തെ കർഷകർക്ക് കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? അത്യാവശ്യം നഷ്ടപരിഹാര തുക എങ്കിലും കിട്ടുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പുനഃപരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് അവന് താങ്ങുന്നതിനൊക്കെ ഒരുപാട് അപ്പുറത്താണ്. കാരണം ഇതേ രീതിയിൽ വില കയറിപ്പോയാൽ അതിനനുസരിച്ച് സാലറിയിൽ വർധന ഉണ്ടാകുന്നുണ്ട്. വരുമാനത്തിൽ വർധനമില്ലല്ലോ. കാരണം വിദേശത്തുള്ള മകനോ മകളോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരിയോ മാതാപിതാക്കന്മാരോ ഒക്കെ അയക്കുന്ന പണം കൊണ്ടാണ് കേരളം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികകാലം ഈ വിദേശ നാണ്യത്തെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു വസ്തു കൂടി ഉണ്ട്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ നടക്കുന്നു. ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ തൊഴിൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് വലിയൊരു വിഷയങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിനകത്ത് തന്നെ വരേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള ഡയലോഗ്സും കാര്യങ്ങളും ഒന്നുമല്ല വേണ്ടത്. പ്രൊഡക്റ്റീവായിട്ടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത്. ഡയലോഗിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞു. ഇനി വേണ്ടത് എക്സിക്യൂഷനാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഈ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് അറിഞ്ഞു പ്രവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി വേണ്ടത്. അതിന് മുഖ്യമന്ത്രിക്ക് സാധിക്കട്ടെ എന്നൊരു ആശംസ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ സാധിക്കൂ.